ഒരു കാലത്ത് ഒന്നുമില്ലായിരുന്നു. ശൂന്യം പോലുമില്ല. സമയമില്ല, സ്ഥലമില്ല, ചോദ്യങ്ങളില്ല. പിന്നെ ഒരൊറ്റ നിമിഷം അതൊരു തുടക്കമല്ലായിരുന്നു. അത് ജനനമായിരുന്നു. ഇതാണ് ബ്രഹ്മാണ്ടത്തിന്റെ ജീവൻ. ഹായ്, ഞാൻ ആര്യ. ഗാനഡോറിന്റെ ശാസ്ത്രലോകത്തിലേക്ക് സ്വാഗതം. ഓരോ ചോദ്യത്തിനു പിന്നിലും ഒളിഞ്ഞിരിക്കുന്നു അനന്തമായ അത്ഭുതങ്ങൾ. എന്റെ അറിവിന്റെയും അത്ഭുതത്തിന്റെയും യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മാണ്ടം ജനിച്ച നിമിഷം മുതൽ അത് ഒരിക്കലും നിശ്ചലമായിരുന്നില്ല. ഇത് വികസിക്കുകയായിരുന്നു, ഇന്നും ഇപ്പോഴും. നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരം കൂടുന്നു, ഗാലക്സികൾ അകന്നു പോകുന്നു. ഇത് ഓടിപ്പോകലല്ല, ഇത് ജീവന്റെ ശ്വാസം. ജീവിക്കുന്നവയെല്ലാം പോലെ ബ്രഹ്മാണ്ടവും ശ്വാസമെടുക്കുന്നു. നമ്മൾ കാണുന്നതെല്ലാം ബ്രഹ്മാണ്ടത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രം. ബാക്കി നമുക്ക് കാണാനാവില്ല. അതിനെ നാം വിളിക്കുന്നു ഡാർക്ക് മാറ്റർ. അതിന് വെളിച്ചമില്ല, ശബ്ദമില്ല, പക്ഷേ ബലമുണ്ട്. നക്ഷത്രങ്ങളെ ഒറ്റക്കെട്ടാക്കി നിർത്തുന്നതും ഗാലക്സികളെ തകർന്നു പോകാതെ പിടിച്ചു നിർത്തുന്നതും ഈ കാണാനാവാത്ത ശക്തിയാണ്. ഒരു ശരീരത്തിന് അസ്ഥികൂടം പോലെ ബ്രഹ്മാണ്ടത്തിനുള്ള അസ്ഥികൂടം. എന്നാൽ ഒരു ശക്തി കൂടിയുണ്ട്. അത് ചേർക്കുന്നില്ല, അത് അകറ്റുന്നു. അതിനെ നാം വിളിക്കുന്നു ഡാർക്ക് എനർജി. ഈ ശക്തിയാണ് ബ്രഹ്മാണ്ടത്തെ കൂടുതൽ വേഗത്തിൽ വികസിപ്പിക്കുന്നത്. ഒന്നിച്ചു നിർത്തുന്ന ഡാർക്ക് മാറ്ററും അകറ്റുന്ന ഡാർക്ക് എനർജിയും ഇരുവരുടെയും ഇടയിലാണ് ബ്രഹ്മാണ്ടത്തിന്റെ ജീവിതം. കാലം കടന്നു. ചെറിയ വ്യതിയാനങ്ങൾ വലിയ മാറ്റങ്ങളായി. വാതകം ചുരുങ്ങി, നക്ഷത്രങ്ങൾ ജനിച്ചു, ഗാലക്സികൾ രൂപപ്പെട്ടു. അവ കൂട്ടമായി, നെറ്റ്വർക്കുകളായി. ഇത് യാദൃശ്ചികതയല്ല, ഇത് ജീവിതത്തിന്റെ ക്രമം കണ്ടെത്തുന്നതാണ്. ബ്രഹ്മാണ്ടം ഒരു മരിച്ച വസ്തുവല്ല. ഇത് വളരുന്നു, മാറുന്നു, പ്രായം ചെന്നുകൊണ്ടിരിക്കുന്നു. നക്ഷത്രങ്ങൾ ജനിക്കുന്നു, നക്ഷത്രങ്ങൾ മരിക്കുന്നു. അവയുടെ മരണം പുതിയ ജനനങ്ങൾക്ക് വഴി ഒരുക്കുന്നു. മരണം ഇവിടെ അവസാനമല്ല, അത് പരിവർത്തനമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ജീവൻ എന്ത് സംഭവിക്കും? ശാസ്ത്രം പറയുന്നത് ബ്രഹ്മാണ്ടത്തിന് 3 സാധ്യതകളുള്ള ഭാവികൾ ഉണ്ടെന്നാണ്. 1. ബിഗ് ഫ്രീസ്. ബ്രഹ്മാണ്ടം ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വികാസം എന്നേക്കുമായി തുടർന്നാൽ എന്താകും? ഗാലക്സികൾ കൂടുതൽ അകന്നു പോകും. പുതിയ നക്ഷത്രങ്ങൾ ജനിക്കുന്നത് നിൽക്കും. പഴയ നക്ഷത്രങ്ങൾ എല്ലാം അണഞ്ഞു പോകും. അവസാനം ബ്രഹ്മാണ്ടം തണുത്തും ഇരുണ്ടും നിശബ്ദവുമായിരിക്കും. ഇതാണ് ബിഗ് ഫ്രീസ്. ഒരു തീ അണഞ്ഞ് ചൂടില്ലാത്ത ചാരമാകുന്നത് പോലെ. എല്ലാം പതുക്കെ തണുക്കും, നക്ഷത്രങ്ങൾ അണയും, ബ്രഹ്മാണ്ടം നിശബ്ദമാകും. 2. ബിഗ് റിപ്പ്. വികാസം മാത്രം അല്ല, വികാസം വേഗത്തിലാവുകയാണെങ്കിൽ സംഭവിക്കുന്നത് ഇതാണ്. ആദ്യം ഗാലക്സികൾ പിരിയും, പിന്നെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും വേർപിരിയും. അവസാനം ആറ്റങ്ങൾക്ക് പോലും ചേർന്ന് നിൽക്കാൻ കഴിയില്ല. സ്ഥലം തന്നെ കീറിപ്പോകും. ഇതാണ് ബിഗ് റിപ്പ്. ഒരു റബ്ബർ ബാൻഡ് അതിയായി വലിച്ചാൽ കീറുന്നത് പോലെ. വികസനം അത്രയും ശക്തമാകും, എല്ലാം പിളർന്നു പോകും. 3. ബിഗ് ക്രഞ്ച്. വികാസം ഒരിക്കൽ നിൽക്കുകയും പിന്നെ തിരിച്ചു ചുരുങ്ങുകയുമാണെങ്കിൽ എല്ലാം വീണ്ടും അടുത്തുചേരും. ഗാലക്സികൾ കൂട്ടിയിടിക്കും, ചൂടും സാന്ദ്രതയും അതിയായി കൂടും. ഗാലക്സികൾ, നക്ഷത്രങ്ങൾ, ദ്രവ്യം എല്ലാം ഒത്തുചേരുന്നു. അവസാനം എല്ലാം ഒരിടത്ത് ചുരുങ്ങും. ഇതാണ് ബിഗ് ക്രഞ്ച്. ശ്വാസം പുറത്തെടുത്തതിന് ശേഷം വീണ്ടും ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ. മനസ്സിലായില്ലേ? ശ്വാസം പുറത്തെടുക്കുന്നത് വികാസം, ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നത് ചുരുങ്ങൽ. അത് പ്രതിസന്ധി അല്ല, ഒരു തിരിച്ചുവരവാണ്. വികസനം നിൽക്കും, എല്ലാം വീണ്ടും ഒത്തുചേരും, ഒരു പുതിയ ജന്മത്തിന്. ഉത്തരം ഇനിയും എഴുതപ്പെടുകയാണ്. ഇത് ദൂരെയുള്ള ഒരു കഥയല്ല. നമ്മുടെ ശരീരത്തിലെ ഓരോ ആറ്റവും ഈ ബ്രഹ്മാണ്ടത്തിന്റെ ജീവിതത്തിലൂടെയാണ് വന്നത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്നവരല്ല, നമ്മൾ അതിന്റെ ഉള്ളിലാണുള്ളത്. ബ്രഹ്മാണ്ടം ജീവിക്കുന്നു, അതിന്റെ ഉള്ളിലാണ് നമ്മളും. ഇതോടെ ബ്രഹ്മാണ്ടത്തിന്റെ ജീവിതം നമ്മൾ തുടങ്ങിയെന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത്. അടുത്ത യാത്ര നക്ഷത്രങ്ങളുടെ ജീവിതത്തിലേക്ക്. ഈ കഥ അവസാനിക്കുന്നില്ല, ഇത് മുന്നോട്ടു പോകുകയാണ്. ഇതുപോലുള്ള അത്ഭുതങ്ങളാൽ നിറഞ്ഞ
ശാസ്ത്രത്തിന്റെ രഹസ്യങ്ങൾ തുറന്നറിയാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരൂ. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ.